പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അമ്പഴങ്ങി മാങ്ങയാണ് അച്ചാറിടുന്നത്. ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത മകനും ലാലേട്ടനും എപ്പോഴും അച്ചാർ വേണം. ഒരു നേരം പോലും അച്ചാറില്ലാണ്ട് ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കാൻ കാരണം എണ്ണ ഒന്നും ചേർക്കാതെ വിനാഗിരി ഒന്നും ചേർക്കാതെ ഞാൻ വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ്. അപ്പോൾ ഇതൊക്കെയാകുമ്പോൾ നമുക്ക് എന്നും ധൈര്യമായി കൊടുക്കാമല്ലോ. അപ്പോൾ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് എൻ്റെ മൂത്ത മകന് വളരെ ഇഷ്ടമാണ്. ഒരു വർഷം മുന്നേ ചൂടുപനി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കിയത്, എണ്ണയൊന്നും ചേർക്കാതെ. അപ്പോൾ അത് നല്ല ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അച്ചാർ ഇടാൻ വേണ്ടി ഞാൻ അധികം മൂത്ത് പോകാത്ത അമ്പഴങ്ങയാണ് കഴുകിയെടുത്തത്. കഴുകി വെള്ളമൊന്നും ഇല്ലാതെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഭരണിയിലാക്കി അല്ലെങ്കിൽ ചില്ല് പാത്രത്തിലിട്ട് വെക്കുകയാണ്. ഇതിങ്ങനെ ഉപ്പിലിട്ടിട്ട് എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അച്ചാറെടുത്ത് ഇട്ടാൽ മതി. ഞാനിങ്ങനെ ഒരാഴ്ച വെച്ചതിന് ശേഷമാണ് അച്ചാറിടുന്നത്. ഇതിങ്ങനെ മുറിച്ച് ഉപ്പ് കൂട്ടി തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം മൂക്കാത്തത് കൊണ്ട് തന്നെ അധികം പുളിയൊന്നുമില്ല. ഉപ്പിലിട്ട് വെച്ച മാങ്ങയ്ക്കും അമ്പഴങ്ങയ്ക്കും കുറച്ച് വെള്ളം ഉണ്ടാകും, പക്ഷേ അത് പോരാ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുവാണ് ഉപ്പിട്ടിട്ട്. ഈ വെള്ളമാണ് നമ്മൾ തിളപ്പിച്ച് ആറിയതിന് ശേഷം ഉപയോഗിക്കുന്നത്. അമ്പഴങ്ങയ്ക്ക് അധികം ഉപ്പ് പിടിച്ചിട്ടില്ല, അധികം പുളിയാണുള്ളത്. അതുകൊണ്ട് ഞാൻ 2.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഈ വെള്ളത്തിൽ ഇടുന്നുണ്ട്. നന്നായി തിളപ്പിച്ചതിന് ശേഷം ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോലെ എണ്ണയോ വിനാഗിരിയോ ഒന്നും ഉപയോഗിക്കാതെ ഈ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. ഒരു 10 വറ്റൽമുളക്, കാശ്മീരി മുളക് പൊടി, ഉലുവ, കടുക്, മഞ്ഞൾപ്പൊടി, കായം, കറിവേപ്പില, വെളുത്തുള്ളി, ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഉപ്പിലിട്ട് വെച്ച അമ്പഴങ്ങയും ഉണ്ട്, ഉപ്പിലിട്ട് വെച്ച മാങ്ങയും ഉണ്ട്. ഇത് രണ്ടാണ് ഞാനിപ്പോൾ അച്ചാറിടാൻ പോകുന്നത്. ആദ്യം നമുക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടി ഒട്ടും എണ്ണയില്ലാതെ തന്നെ വറുത്തെടുക്കാം. ഇങ്ങനെ കളർ മാറി തുടങ്ങുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും വെന്ത് കാണും. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കാൻ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുളകൊക്കെ നന്നായി പൊടിയാൻ എളുപ്പമുണ്ട്. ഇതേപോലെ ഒടിഞ്ഞു കിട്ടും. ഇനി നമുക്ക് കടുകും ഉലുവയും കൂടി വറുത്തെടുക്കാം. അപ്പോൾ കടുക് വറുക്കാതെ തന്നെ ചതച്ച് അല്ലെങ്കിൽ പൊടിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ മകന് ഇതിങ്ങനെ വറുത്തിടുന്നതാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഉലുവയും കടുകും ഒരേപോലെ വറുത്ത് പൊടിക്കുന്നത് അല്ലെങ്കിൽ അരയ്ക്കുന്നത്. വറുത്ത് അരച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് ചതച്ചും ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഉലുവയൊക്കെ നല്ല ചുമന്ന കളറായി കടുകൊക്കെ പൊട്ടിത്തീരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയാണ് വറുത്തെടുക്കുന്നത്. ഇത് നന്നായി കൈകൊണ്ട് പൊടിക്കുമ്പോൾ പൊടിയാൻ പാകത്തിന് ആ ഒരു പരുവത്തിന് വറുത്തെടുക്കാം. കരിയാതെ തന്നെ നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് എടുത്ത് മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കായവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. വറുത്ത് വെച്ച മുളകും കടുകും ഉലുവയും കൂടി നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷം ബാക്കി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ തിളപ്പിച്ച ഉപ്പുവെള്ളവും കൂടി നന്നായി കഴുകി ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു കൊഴുപ്പ് അച്ചാറിന് കിട്ടുന്നത്. നമ്മൾ അരച്ച് നോക്കുന്തോറും പിന്നെയും വെള്ളം വേണം തോന്നും. കാരണം അതിന് അത്യാവശ്യം ഉലുവയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ലോണം വെള്ളം വേണം. അപ്പോൾ നമ്മൾ അരച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ക്രീം പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിന് ചേർക്കുമ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതിനകത്തും കുറച്ച് വെള്ളം കാണും. ആദ്യം അമ്പഴങ്ങയാണ് എടുക്കുന്നത്. കുറച്ച് വെള്ളമുണ്ട്.
അപ്പോൾ നമ്മൾ അരച്ച് വെച്ച ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർക്കേണ്ട, നമുക്ക് മാങ്ങയ്ക്കും കൂടി ചേർക്കാനുള്ളതാണ്. ഈ അച്ചാർ ഇളക്കുന്ന മണം കേട്ടാൽ തന്നെ മക്കൾ ഓടി വരും ഉപ്പ് നോക്കാൻ. ഇത്രയും ചാറ് മതിയെന്ന് തോന്നുന്നു അച്ചാറിന്. അപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർ ഇനിയും ആ ഉപ്പ് വെള്ളം ഒഴിക്കാം, ഉപ്പൊക്കെ നോക്കിയിട്ട്. അതല്ലെങ്കിൽ ഈ ഒരു പരുവത്തിന് മതി. ഈ അച്ചാർ ഇടുമ്പോൾ ഇവരിവിടെ ഇല്ലായിരുന്നു. ഇത് വീണ്ടും അച്ചാർ ഇട്ടപ്പോൾ ഉപ്പ് നോക്കുന്ന രംഗമാണ്. ഇനി നമുക്ക് ഉപ്പിലിട്ട് വെച്ച മാങ്ങയും കൂടി അച്ചാറിടാം. ഇത് ഞാൻ ഏപ്രിൽ മാസത്തിലാണ് അച്ചാറിട്ടത്. ഇതിപ്പോൾ ജൂലൈ ആയി. ഈ മാങ്ങ അച്ചാറിന് മാത്രം പുറത്ത് വെച്ചിട്ടും ഈ സമയം വരെ ഒരു കേടും വന്നില്ല. ആദ്യത്തെ അമ്പഴങ്ങ ആദ്യം തന്നെ തീർന്നു. അത് അധിക നാൾ വെച്ച് നോക്കാൻ പറ്റിയില്ല. ഞാനിത് പറയാൻ വേണ്ടി വെച്ച് നോക്കിയതാണ്. അമ്പഴങ്ങ വേറൊരു ബോട്ടിൽ ഞാൻ ഇട്ട് വെച്ചായിരുന്നു, അത് പൂത്തു. പക്ഷേ ഈ മാങ്ങ പൂത്തില്ല. അപ്പോൾ അതുകൊണ്ട് പൂത്തു പോകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ അമ്പഴങ്ങ അച്ചാർ പൂത്തു, മാങ്ങ അച്ചാർ പൂത്തതും ഇല്ല പുറത്ത് തന്നെ വെച്ചിട്ടും. വല്ലപ്പോഴും അച്ചാർ കൂട്ടുന്നവരാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ അച്ചാറിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനലിൽ കയറി എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.